സുഭാഷ കേറിക്കടാ. തീവണ്ടി എത്തി. നീ ആ പാർട്ടി ഓഫീസിൽ എന്ത് പരിപാടി കാണിച്ച്? അത് വിട് സഫറേ. നിനക്കത് വിടുന്നൊക്കെ പറയാം. 10 പേരോട് ഉത്തരം പറയണേ ഞാനാ. അതിന് നീ ആരാ? ഞാനാരാ? ആ നീ ആരാന്ന്? ഞാനല്ലടാ പ്രശ്നം സോൾവ് ചെയ്തെന്ന്. നീ എന്ത് മൈത്താണ്ടി നീ പറഞ്ഞു കളിക്കാടോ. അപ്പൊ അങ്ങനെ ഇപ്പൊ അങ്ങനെ ആയി. നിർത്തി. ഇങ്ങോട്ടേക്ക് പുള്ളിനാട്ടിലെ സകല കാട്ടാളന്മാർക്കുള്ള സേവനം ഉണ്ടല്ലോ സഫർ ഇന്നത്തോടാണ് നിർത്തുക. വിടല്ലേ സഫർ സഫറേ, എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ നീ വല്ലപ്പോഴും സത്യം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒന്ന് പോടാ അവിടുന്ന്. കൈതിപ്പ് കിട്ടും, ഞാൻ അങ്ങോട്ട് വരാം. അതൊക്കെ പോട്ടെ. മധുവട്ടം വന്നിട്ടുണ്ടായിരുന്നു, നല്ല ദേഷ്യത്തിലാ വന്നത്. പ്രശ്നം ഞാൻ സോൾവ് ചെയ്യും. ഒന്ന് പോടാ അവിടുന്ന്. ആ പ്രശ്നം സോൾവ് ചെയ്തിട്ട് എന്തിനാ? അത് ശരിയാണല്ലോ. അതിപ്പോ എന്തിനാ സോൾവ് ചെയ്യുന്നേ? അയാളുടെ മോളെ ദൈവം കെട്ടാൻ പോകുന്നുണ്ടോ? ഉണ്ടാടാ? ഇല്ല. നീ ഏതാ ടീം? മോൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അവൾക്കെങ്ങനെ? അവൾക്ക് ഓക്കെയാ. നിനക്കോ? തിരക്കടില്ലെന്നാ തോന്നുന്നത്. ആര് കൊണ്ടുവന്നതാ? അവള് തന്നെ. ഏതാ പയ്യൻ? ബിനീഷോ? എവിടുത്താരനാ? നമ്മുടെ പഴയ ദാമോദരന്റെ മകൻ. ആ തീവണ്ടിയോ? എന്താ ഉദ്ദേശം? മനസ്സിലായില്ല. നിനക്ക് ദേവിയെ കെട്ടണോ? നിനക്കെന്റെ മോളെ കെട്ടണോന്ന്? പ്രശ്നമായോ? കഞ്ഞി എടുക്ക്. മൂത്രം വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങട്ടോ. അതെ, അല്ലെങ്കിൽ ബെഡ് മൊത്തം വൃത്തി കിടക്കും. എടാ ബ്രഷ് ചെയ്യ കേട്ടോ. നീ ഇന്ന് മധുവേട്ടനെ കണ്ടിരുന്നല്ലേ ഗ്രൗണ്ടിൽ വെച്ച്? എന്താ കാര്യം? ഒരു കല്യാണക്കാരിയാ. ആരുടെ? ആ ഉപ്പേരി. കല്യാണക്കാരിയോ? ആരുടെ കല്യാണക്കാര്യം? പുള്ളിയുടെ മോളുടെ. ആ കൊച്ചിന്റെ കല്യാണക്കാര്യം നിന്നോടെന്തിനാ പറയുന്നത്? ഇന്ന് വൈകുന്നേരവും ഞാൻ അവളെ കണ്ടതാണല്ലോ. എനിക്കറിയില്ല. അറിയില്ലേ? എന്നോട് പുള്ളി മോളെ കെട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്നിട്ട് എന്നിട്ടെന്ത്? ഞാനൊരു ഓർഗനൈസറുടെ കൂട്ടി. അപ്പോ നിങ്ങൾ തമ്മിലൊന്നും ഇല്ല? അതെ. ഒരു മിനിറ്റ്. ഞങ്ങൾ തമ്മിലെന്ത്? അപ്പൊ ഗുഡ് നൈറ്റ് ബിനീഷ്. അച്ചാറ് കിട്ടിയില്ല. ഓ എന്റെ പൊന്നമ്മ, സീരിയസ് ആയിട്ടൊരു ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോ അതിന്റെ ഇടയ്ക്ക് അച്ചാറും തേമ്പും. നീ എന്താ ഫോൺ എടുക്കാത്തെ? ആരാ? നീ എന്താ എന്റെ ഫോൺ എടുക്കാത്തെ? ആരത്? നിന്റെ തന്ത. ഇങ്ങോട്ട് വാടാ. എടാ ഇങ്ങോട്ട് നോക്കണം. എവിടെ? ജനലിന്റെ അടുത്തേക്ക് വാടാ. ജനല് ഇങ്ങോട്ട് നോക്ക്. നീ എന്ത് നേരത്തെ ഇവിടെ? നീ അച്ഛനോട് ഇന്ന് എന്താ പറഞ്ഞേ?
നീ അച്ഛനോട് എന്താ പറഞ്ഞേ? എന്തുപറ്റി? ഞാൻ മധുവിനോട് നമ്മുടെ കേസ് ഓക്കെ അടിച്ചാണല്ലോ. പുള്ളി നല്ല ഹാപ്പി സീനില്ല പോയത്. പിന്നെ എന്തുപറ്റി? ദേ, ഞാൻ വല്ല തിളച്ച ആസിഡ് എടുത്ത് മോന്തയ്ക്ക് ഒഴിക്കും. സത്യം പറയണം. സത്യം പറഞ്ഞാൽ നിന്റെ അച്ഛൻ വന്ന് കൊടുത്തപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. പക്ഷെ കാര്യമാക്കണ്ട, ഞാൻ തന്നെ നേരിട്ട് കണ്ട് മധുവേട്ടനോട് സത്യാവസ്ഥ ധരിപ്പിച്ചോളാം. ഉറപ്പാണോ? ഉറപ്പാണ്. എപ്പോ? എപ്പോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം. നീ പൊക്കോ. പോവാനോ? ഇങ്ങോട്ട് ഇറങ്ങി വേണം. എങ്ങോട്ട് ഇറങ്ങി വരാൻ? നീ പറയാമെന്ന കാര്യം പറഞ്ഞില്ലേ? പൊക്കോ. ഗുഡ് നൈറ്റ്. ദേ, ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ശരി, വരാം. ആ, വാ. ഒന്ന് പിടി. ഹലോ, നമസ്കാരം. പറയണം. ഇത് സ്ഥിരം പരിപാടിയാണോ അതോ? ഇത് ശരിക്കും ഫസ്റ്റ് ടൈം. ഭവതി ഇന്നിവിടെ താമസിക്കുന്നുണ്ടോ അതോ ഇന്ന് തന്നെ പോവോ? പോ. അയ്യോ, ഇത് ഞാനൊരു ആവേശത്തിൽ ഇങ്ങോട്ട് നടന്നു വന്നതാ. എടാ ബിനീഷേ, നീ ആ കൊച്ചിനെ അതിന്റെ വീട്ടിൽ കൊണ്ടാക്കിട്ടോ. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. കൊച്ച് ഒറ്റയ്ക്കല്ലേ ഇങ്ങോട്ട് വന്നത്. കൊച്ച് ഒറ്റയ്ക്ക് തന്നെ പൊക്കോളും അല്ലേ? വേണ്ട വേണ്ട വേണ്ട, അവൻ കൊണ്ടുവിടട്ടെ.